നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അച്ഛന് ഞാൻ ചായ ഉണ്ടാക്കി തരാം. വേണ്ട അമ്പിളി, ഇപ്പൊ വേണ്ട, ഞാൻ വെള്ളം കുടിച്ചോളാം. വാചിരു, ഇങ്ങോട്ടിരിക്കും മോളെ. അവൻ തിരിച്ചു വന്നത് നിനക്ക് വീണ്ടും സ്വസ്ഥതക്കേടായല്ലേ? കുഴപ്പമില്ല അച്ഛാ, തലയുള്ളിടത്തോളം മൂക്കിലെ വെള്ളം പറ്റില്ലെന്നാണല്ലോ. എന്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടി അയാൾക്ക് മരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ അച്ഛനോടൊരു കാര്യം ചോദിക്കട്ടെ? എന്താ മോളെ? ദുബായിലെ ജയിലിൽ കിടന്ന ആ മനുഷ്യനെ അച്ഛൻ എങ്ങനെ രക്ഷിച്ചേ? അത് വലിയൊരു കഥയാ മോളെ. അത് നാട്ടിലും വിദേശത്തുമൊക്കെയായി ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളുള്ള യൂസഫ് ഭായ് എന്ന് വിളിക്കുന്ന ഒരു കോടീശ്വരനില്ലേ, ആ മനുഷ്യന്റെ സഹായത്തോടുകൂടിയാ ഞാൻ വിനയനെ രക്ഷിച്ചത്. ഒരുപാട് മനുഷ്യർക്ക് ജോലി കൊടുത്തും പാവങ്ങളെ സഹായിച്ചും വീടില്ലാത്തവർക്ക് വീട് നൽകിയുമൊക്കെ വാർത്തകൾ എപ്പോഴും കാണാറുള്ള ആ മനുഷ്യനും ഞാനും പണ്ട് ഒരേ ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചിരുന്നവരാ. യൂസഫിന്റെ ഉമ്മയുടെ നാട് തൃശ്ശൂരാ, ബാപ്പയുടെ വീട് നമ്മുടെ നാട്ടിൽ. ഹസൈനാറ് ഗൾഫിലായിരുന്നു. 3-4 വർഷം കൂടുമ്പോ വന്നാലായി. പക്ഷെ കുടുംബത്തിന് കഴിയാനുള്ള കാശ് അയച്ചു കൊടുക്കും. അങ്ങനെ യൂസഫ് ഒരു 6ാം ക്ലാസ്സിലൊക്കെ ആയപ്പോ അവന്റെ ഉമ്മ അവനെയും കൊണ്ടങ്ങ് തൃശ്ശൂർക്ക് പോയി. പിന്നെ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. അല്ല, പിന്നെങ്ങനെ വെച്ചാ ഇപ്പൊ ഇങ്ങനെ ഒരു സഹായം കിട്ടിയത്? ഒരിക്കൽ പോലും യൂസഫ് ഭായിയെ പോലെ ഒരാളുമായിട്ട് ഇത്ര അടുത്ത ബന്ധമുണ്ടെന്ന് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. എന്റെ കൂടെ പഠിച്ച യൂസഫാണ് ഈ യൂസഫ് ഭായ് എന്ന് എനിക്കും അറിയില്ലായിരുന്നു അമ്പിളി. ഞങ്ങൾ 6ാം ക്ലാസ്സിൽ വെച്ച് പിരിഞ്ഞവരല്ലേ. 3 മാസം മുമ്പ് ഞാൻ പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്ത സ്കൂളിന്റെ 100ാം വാർഷികം ആഘോഷിച്ചില്ലേ, അന്ന് മുഖ്യ അതിഥിയായിട്ട് വന്നത് യൂസഫ് ഭായ് ആയിരുന്നു. അന്ന് ഞങ്ങൾ വീണ്ടും പഴയ സൗഹൃദമൊക്കെ അങ്ങ് പുതുക്കി. പോകുമ്പോ എനിക്ക് യൂസഫ് വിസിറ്റിംഗ് കാർഡൊക്കെ തന്നിട്ടാണ് പോയത്. അത് വിനയന്റെ ഭാഗ്യം. ഇത്രയും വലിയൊരു സൗഹൃദം ഇങ്ങനെ ഒരു കാര്യത്തിന് ഉപയോഗിക്കുമ്പോ അച്ഛന്റെ മനസ്സിൽ വേറെന്തെങ്കിലും ലക്ഷ്യം ഉണ്ടായിരുന്നോ? വേറെന്ത് ലക്ഷ്യം? എന്നെ വീണ്ടും അയാളുടെ കയ്യിൽ ഏൽപ്പിക്കണമെന്നോ മറ്റോ? ഏയ്, ഒരിക്കലും ഞാനങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. അല്ലെങ്കിൽ തന്നെ നിനക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം അച്ഛനായിട്ട് ഇനി ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ അയാൾക്ക് വേണ്ടി ഇത്രയും വലിയൊരു ത്യാഗം അച്ഛൻ ചെയ്യണ്ടായിരുന്നു. അതൊന്നും ആ മനുഷ്യൻ അർഹിക്കുന്നില്ല അച്ഛാ. അപ്പൊ ചിരു, നീ എന്നോട് പറഞ്ഞതോ? ഞാൻ പഞ്ചരത്നത്തിൽ ഇല്ലാതിരുന്ന ഒരു ദിവസം വിനയന്റെ അമ്മയും മാമനും വന്ന് വിനയൻ ദുബായിലെ ജയിലിലാണെന്ന് നിന്നെ അറിയിച്ചില്ലേ? അന്ന് നീ ആ അമ്മയോർത്തെങ്കിലും വിനയന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് അച്ഛനോട് നീ പറഞ്ഞ കാര്യം മറന്നുപോയോ മോളെ? അതെ ചിരു, നീ പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട്. ഞാനെന്തോ വിനയനെതിരെ സംസാരിച്ചപ്പോഴാ അവന്റെ അമ്മ ഓർത്തെങ്കിലും അച്ഛൻ എന്തെങ്കിലും ചെയ്യണമെന്ന് നീ പറഞ്ഞത്. ശരിയായിരിക്കും. സോറി അച്ഛാ, അമ്മയുടെ അന്നത്തെ സങ്കടം കണ്ടപ്പോ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോ അത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു. തെറ്റ് ചെയ്തൊരാളെ രക്ഷിക്കാൻ അച്ഛന് നല്ലൊരു സൗഹൃദത്തെ യൂസ് ചെയ്യേണ്ടി വന്നില്ല. അങ്ങനെയല്ല ശരി. യൂസഫിനോട് ഞാൻ പറഞ്ഞത് വിനയൻ തെറ്റുകാരനല്ലെങ്കിൽ അവനെ സഹായിക്കണമെന്നാ. യൂസഫ് എനിക്ക് തന്ന വാക്കും അത് തന്നെയാ. തെറ്റ് ചെയ്തവരോട് യാതൊരു കരുണയും കാണിക്കാത്ത നിയമം അവിടുത്തേത്. യൂസഫിന്റെ അന്വേഷണത്തിൽ വിനയനെ ആരൊക്കെയോ ചേർന്ന് കുരുക്കിയതാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് അവൻ രക്ഷപ്പെട്ടു വന്നത്.